സിംഗ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനകളുടെയോ വക്താവല്ല. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ, ഉറച്ച സിഖ് മതവിശ്വാസി, സിഖ് സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഗുരുഗ്രാമിലെ ഗുരുദ്വാര സിംഗ് സഭയുടെ അധ്യക്ഷനാണ് ദയാ സിംഗ്. സിഖ് സമൂഹത്തെ ഒരു നിലയ്ക്കും ബാധിക്കാത്ത, അവരെ ഒട്ടും അലട്ടേണ്ടതില്ലാത്ത വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിയമ പോരാട്ടത്തിനിറങ്ങിയത് എന്തിനാകും? മോദി സർക്കാർ കൊണ്ടുവന്ന നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെയാണ് ദയാ സിംഗ് ആ തീരുമാനമെടുക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അദ്ദേഹം. നിയമത്തിനെതിരെ കോടതിക്ക് മുന്നിലെത്തിയ 70 ഹർജികളിൽ ഒന്ന് മാത്രമാകാം അത്. പക്ഷേ പുതിയ ഇന്ത്യയിൽ ഭരണകൂടം നേരിട്ട് അപരവിദ്വേഷവും ന്യൂനപക്ഷ വിവേചനവും പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന കാലത്ത് ആ ഒറ്റ ഹർജിയുടെ വില ചെറുതല്ല. അത് നൽകുന്ന പ്രതീക്ഷകളും ചില്ലറയല്ല. ഒരുപക്ഷെ മറ്റ് 69 ഹർജികൾക്കും മുകളിൽ വരും അതിന്റെ സാമൂഹിക മൂല്യം. വെറുതെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നില്ല ദയാ സിംഗിന്റെ ഹർജി. നിയമത്തിന്റെ പിന്നിലെ വിവേചനവും ഭരണഘടനാ വിരുദ്ധതയും അക്കമിട്ട് നിരത്തുന്നുണ്ട് അദ്ദേഹം. മതത്തിന്റെ പേരിലുള്ള യുക്തിരഹിതമായ വിവേചനവും വിഭജനവുമാണ് നിയമത്തിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനവുമാണ് നിയമമെന്നും ഹർജിയിൽ ദയാ സിംഗ് ചൂണ്ടിക്കാട്ടുന്നു. നടപ്പാക്കുമെന്ന് പറയുന്ന കാര്യങ്ങളുമായി ഒരു തരത്തിലുള്ള യുക്തിസഹമായ ബന്ധവും നിയമത്തിനില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വഖഫിലേക്ക് സഹായം നൽകാനുള്ള അമുസ്ലിങ്ങളുടെ അവകാശമാണ് നിയമം എടുത്തൊഴിവാക്കിയിരിക്കുന്നത്. സ്വന്തം സ്വത്തിനുമേൽ അവർക്കുള്ള പരമാധികാരത്തെയും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെയും മതാവിഷ്കാരത്തെയും ഒക്കെയാണ് നിയമം പരിമിതപ്പെടുത്തുന്നത്. ഒരു നിലയ്ക്കും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണത്. വ്യക്തികൾ സ്വമേധയാ ചെയ്യുന്ന ദാനധർമ്മങ്ങളെയും അവരുടെ വ്യക്തിപരമായ ഭക്തിയെയും ആത്മീയതയുമാണ് നിയന്ത്രിക്കാൻ നോക്കുന്നത്. മതപരമായ ദാനധർമ്മങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ മറവിൽ മതസ്വത്വം നോക്കി അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഭരണകൂടത്തിന് കഴിയില്ലെന്നും ഹർജിയിൽ ദയാ സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു സിഖ് മത ട്രസ്റ്റുകൾക്ക് താരതമ്യേന സ്വയംഭരണാധികാരത്തോടുള്ള നിയമപരമായ പദവിയുണ്ട്. അതേസമയത്ത് വഖഫിന്റെ കാര്യത്തിൽ ആനുപാതികമല്ലാത്ത തരത്തിൽ സർക്കാർ നിരീക്ഷണം ശക്തമാക്കുകയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ചെയ്യുന്നത്. ഈ വിവേചനപരമായ സമീപനത്തിന് ഭരണഘടനാപരമായ ന്യായീകരണം ഇല്ലെന്നും തുല്യാവകാശമെന്ന ഭരണഘടനയുടെ 14-ാം വകുപ്പിന്റെ ലംഘനം കൂടിയാണ് അതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദയാ സിംഗ്. മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദത്തിന്റെ വക്താവെന്നാണ് ദയാ സിംഗ് സ്വയം പരിചയപ്പെടുത്തുന്നത്. മതസമൂഹങ്ങൾക്കിടയിലുള്ള പരസ്പര സഹായങ്ങളെയും ദാനധർമ്മങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. മതത്തിന്റെ അതിരുകൾ കടന്നുള്ള ദാനധർമ്മങ്ങൾ സിഖ് സമുദായത്തിന്റെ പാരമ്പര്യത്തിലും മതമൂല്യങ്ങളിലും ഉള്ളതാണ്. ഭരണഘടന അത് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തന്റെ മൗലികാവകാശത്തിലാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ കൈകടത്തിയിരിക്കുന്നതെന്നും പറയുന്നു ദയാ സിംഗ്. പ്രത്യക്ഷമായി തന്നെ ഏകപക്ഷീയമായ നിയമമാണത്. ഭരണഘടനയിൽ വിഭാവന ചെയ്യുന്ന മതേതര മൂല്യങ്ങൾക്ക് കടകവിരുദ്ധവുമാണ്. മുസ്ലിം സ്വത്തുക്കൾക്കും ദാനധർമ്മങ്ങൾക്കും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായും മുസ്ലിങ്ങൾക്കെതിരായ വിവേചനമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കുന്നതും വഖഫിലേക്ക് സഹായം നൽകാൻ 5 വർഷത്തെ വ്യവസ്ഥ വെച്ചതുമെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകനായ ശ്വേതാംഗ് ചൈലേക്കാൾ മുഖേനയാണ് ദയാ സിംഗ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിരവധി മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ സ്വകാര്യ വ്യക്തികൾ സമർപ്പിച്ച ഹർജികളും കോടതിക്ക് മുന്നിലുണ്ട്. അതേസമയം നിയമത്തെ അനുകൂലിച്ചും ഒരു കൂട്ടം ഹർജികൾ കോടതിയിലെത്തിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങളും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിയമം ഒരു കാരണവശാലും സ്റ്റേ ചെയ്യരുതെന്നാണ് അവർ വാദിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ.